നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ കടൽ തിര എണ്ണുന്ന ജോലി. കടൽ തിര എണ്ണുകയോ? അങ്ങനെയുണ്ട് ഒരു ജോലി. അങ്ങനൊരു ജോലിയുണ്ട്. ആ ജോലിക്കും ഉണ്ടൊരു ശമ്പളവും വരുമാനമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതിൽ ഇന്ന് കാണിക്കുന്ന ഒരു കഥയാണെന്ന് പറയാൻ പോകുന്നത്. കടൽ തിര എണ്ണുന്ന ജോലി. ഒരു നാട്ടിൻപുറത്ത് ഒരു ചെറിയ രാജ്യം കേട്ടോ, കർണാടകയിലെങ്ങോ ഉള്ള ഒരു ചെറിയ രാജ്യം. ആ രാജ്യത്ത് ധാരാളം ജനങ്ങളുണ്ട്. കൃഷിക്കാരായിട്ടും കച്ചവടക്കാരായിട്ടും ആടുമേക്കലായിട്ടും പശുമേക്കലായിട്ടും ഒക്കെ പലതരം ജോലികൾ ചെയ്യുന്നു, കച്ചവടം ചെയ്യുന്നു, പലരും ജീവിക്കുന്നു. അക്കൂട്ടത്തിൽ ഒരു ഗ്രാമത്തിൽ കരിങ്കുട്ടൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. ഒരു കർഷകൻ്റെ പുത്രനാണ്. പക്ഷേ ഇവൻ ബഹുസമർത്ഥനാണ്. എങ്ങനെയാണ് സമർത്ഥൻ? നല്ല ബുദ്ധിശക്തിയുള്ള കുട്ടിയാണ്. അവനെ വളർന്ന് വലുതായി, അച്ഛനെയൊക്കെ സഹായിച്ചു കൃഷി കാര്യങ്ങളിൽ. വളർന്ന് വലുതായപ്പോൾ തോന്നി, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി പുറമെ പോയി ചെയ്യണം. പറ്റിയെങ്കിൽ രാജകൊട്ടാരത്തിൽ തന്നെ എനിക്കൊരു ജോലി വേണം. അതിനു വേണ്ടിയിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാനിവിടെ ഇങ്ങനെ നിന്ന് ചുറ്റി കറങ്ങി ജോലി ചെയ്ത് ജീവിക്കാണ്ട് ഞാനൊന്ന് പുറം കടന്ന് പോയിക്കോട്ടെ. അച്ഛൻ സമ്മതിച്ചാൽ മാത്രമേ ഞാൻ പോവുള്ളൂ കേട്ടോ. എനിക്ക് രാജകൊട്ടാരത്തിലൊരു ജോലി നേടണമെന്നൊരാഗ്രഹം. അപ്പോൾ അച്ഛൻ ആലോചിച്ചപ്പോൾ പറഞ്ഞു, നിനക്ക് കിട്ടിയെങ്കിൽ നീ രാജകൊട്ടാരത്തിൽ പോയി ജീവിച്ചോ. ആ രാജകീയ സുഖഭോഗങ്ങളൊക്കെ എന്തെങ്കിലും നിനക്ക് കിട്ടുകയാണെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ തടസ്സമാവണില്ല കുട്ടി, നീ പോയിക്കോ എന്ന് പറഞ്ഞ അച്ഛൻ മകനെ അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ കരിങ്കുട്ടൻ ഒരു ജോലി തേടി രാജകൊട്ടാരത്തിലേക്ക് പോവുകയാണ്. രാജകൊട്ടാരത്തിൻ്റെ അവിടെ ചെന്ന്, രാജകൊട്ടാരം കണ്ടാലേ അറിയാലോ, വലിയ കെട്ടിടം, പടിക്ക് കാവലുകാരെയൊക്കെ നിൽക്കുന്നുണ്ട്. അകത്തേക്ക് കടത്തി വിടില്ല. മന്ത്രിമാർ, പാറാവുകാർ, തിരകൾ, ആനകൾ, അങ്ങനെയൊക്കെ പല യുദ്ധസന്നാഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അവിടുത്തെ രീതികൾക്ക് മാറ്റങ്ങളുണ്ടല്ലോ. അങ്ങനെ നിൽക്കുമ്പോൾ കാവൽക്കാരോട് പറഞ്ഞു, ഞാനൊരു ജോലി തേടി വന്ന ആളാണ്. എനിക്ക് രാജാവിനെ കണ്ട് മുഖം ഉണർത്തിച്ച്, അതായത് അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞ് ഒരു ജോലി നേടാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞപ്പോൾ പാറാവുകാർ കടത്തി വിട്ടു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ആദ്യം അവിടെ കണ്ടത് അവിടുത്തെ മന്ത്രിമാരുടെ രാജാവിനെ ചുറ്റിപ്പറ്റി നിന്ന് ജീവിതം, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് രാജാവിനെ ഉപദേശിക്കുകയാണെന്നുള്ള ഭാവേന സാമർത്ഥ്യമൊക്കെ കാണിച്ച് പല സൂത്രങ്ങളും കൗശലങ്ങളും ഒക്കെ കൊണ്ട് ജീവിക്കണ ഒരു പറ്റം ആൾക്കാരുടെ അടുത്ത് ചെന്നപ്പെട്ട. അപ്പം മന്ത്രിമാർ ചെന്ന വഴിക്ക് ചോദിച്ചു, ഒരാൾ ചോദിച്ചു, എന്താ വന്നേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊരു ജോലി രാജകൊട്ടാരത്തിൽ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, ആ ജോലി തേടി വന്നതാണ്. അപ്പോൾ എവിടുന്ന്? അപ്പോൾ മറ്റൊരാൾ ചോദിച്ചു, എവിടുന്നാണ് വരണേ? ഞാൻ കുറച്ച് ദൂരെ ഒരു ഗ്രാമത്തിൽ നിന്നാണ്. ആട്ടെ, നിൻ്റെ അച്ഛനാരാ? എൻ്റെ അച്ഛൻ ഒരു കൃഷിക്കാരനാണ്. ഇതുവരെ നീ കൃഷിയാണോ ചെയ്തിരുന്നത്? അതെ 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 അതെ, ഞാൻ കൃഷിയൊക്കെ തന്നെ ചെയ്തിരുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, പക്ഷേ ജോലിയുടെ കാര്യം അറിയണമെങ്കിൽ ഒരു കാര്യമുണ്ട് കേട്ടോ, പൊന്നു തമ്പുരാൻ വരട്ടെ, നാട് വാഴുന്ന പൊന്നു തമ്പുരാൻ വരട്ടെ, തമ്പുരാനെ തീരുമാനിക്കണം. ഓ ആയിക്കോട്ടെ, ഞാൻ കാത്തിരിക്കാം എന്ന് പറഞ്ഞവിടെ കാത്തിരിക്കുകയും ചെയ്തു. കാത്തിരിപ്പ് സ്ഥലമൊക്കെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഊട്ടുവരയിൽ പോയി ഊണ് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അവിടെ പോയി എല്ലാ ഭക്ഷണം സുഖമായിട്ട് ഊണ് കഴിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് പിന്നെയും വന്ന് കാത്തിരുന്നു. രാജാവിൻ്റെ ഊണ് കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ് അമൃതയത്ത് എന്നാണ് പറയുക കേട്ടോ, രാജാവിൻ്റെയൊക്കെ ഊണിന് അമൃതയത്ത്. ഉറക്കത്തിന് പറയണത് പള്ളി ഉറക്കം, അങ്ങനെയൊക്കെ പറയുക. പണ്ടത്തെയൊക്കെ ഒരു ഭാഷ അങ്ങനെയാണ്. ഈ അമൃതയത്ത് കഴിഞ്ഞ് ചെറിയൊരു പള്ളി ഉറക്കവും കഴിഞ്ഞ് രാജാവ് ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കരിങ്കുട്ടൻ എന്നെ കണ്ടു. എന്താ വന്നത്? അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി രാജകൊട്ടാരത്തിൽ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, അതുകൊണ്ട് അതിനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. കുറച്ച് എവിടുന്നാണ് വരണേ? കുറച്ച് ദൂരെ നിന്നാണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം, ശരി, താൻ അവിടെ ഇരിക്കെ, ഞാൻ പറയാം. അപ്പോൾ ഈ മന്ത്രിമാർക്കൊരു തോന്നൽ വന്നു, ഇവൻ വിട്ടു പോവാതെ കണ്ട് വീണ്ടും വീണ്ടും ഇരിക്കുകയാണല്ലോ, ഇനിയിപ്പോൾ ഇവന് വലിയ സാമർഥ്യമോ ബുദ്ധിശക്തിയോ വലിയ കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തങ്ങളുടെ സ്ഥാനമൊക്കെ അങ്ങോട്ട് പോയാലോ, അതുകൊണ്ട് ഇവനെ ഓടിച്ചു വിടണം, രാജകൊട്ടാരത്തിൻ്റെ പരിസരത്തിൽ കാണിക്കരുത്, ഇവന് ദൂരെ വല്ല ജോലിയും കൊടുക്കാവുന്ന വിധത്തിൽ നമുക്ക് രാജാവിനെ ഉപദേശിക്കാം എന്ന് കരുതി ഇവർ ആലോചിച്ചൊന്ന് തീരുമാനിച്ചു. അപ്പോൾ ചോദിച്ചു, എന്ത് ജോലി കൊടുത്താലേ ഇവൻ ഇവിടുന്ന് പോവുക കൊട്ടാരത്തിൽ നിന്ന്? ആ കടപ്പുറത്തെങ്ങാനും പോയിരുന്നിട്ട് കടലിലെ തിര എണ്ണട്ടെ അവൻ. അത് കഴിയാത്തൊരു ജോലിയാണ്.
തിരമാലകൾ വരണത് കഴിയുമോ? കടലിൽ ഒരു തിരമാല വന്നു കരയ്ക്കടിച്ചു, അതങ്ങോട്ട് പിൻവാങ്ങി പോകുമ്പോഴേക്കും അടുത്ത തിരമാല അതേ പുറകെ വരികയായി, അതും വന്നു തിരിച്ചു പോയി, അപ്പോഴത്തേക്ക് അടുത്തത് വരണു, അത് വന്നു പോയി, അപ്പോഴേക്കും അടുത്തത് വരുന്നു. കടലിലെ തിരമാലകൾ ഒരിക്കലും അവസാനിക്കില്ല. ഇയാളവിടെ ഇരുന്ന് എണ്ണത്തേനേ, എണ്ണ എന്തോ തീരാൻ പോണു. അതന്നെ അവനൊക്കെ പറ്റിയ പണി. കൊട്ടാരത്തിൻ്റെ ഭാഗത്തേക്കേ വരില്ല. നമുക്കൊരു ആലോചന ഉണ്ടാവില്ല ഇയാളെ കൊണ്ട് എന്ന് കരുതി മന്ത്രിമാർ രാജാവിനെ അങ്ങനെ ഉപദേശിക്കാനായിട്ട് തീരുമാനിച്ചു. രാജാവ് വന്ന് കഴിഞ്ഞിരിക്കെ കരിങ്കോട്ടനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. പിന്നീട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്താടോ ഹോമന്തന് മുഖ്യ, ഇപ്പം എന്തപ്പം അയാൾക്കൊരു ജോലി നമ്മൾ കൊടുക്കണമല്ലോ എന്ന് ചോദിച്ചു. അതോ, നിങ്ങളെന്തെങ്കിലും അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചോ? ഇയാൾക്ക് കരിങ്കുട്ടൻ എന്നറ്റിയ പേര് പറയണേട്ടെ, നാട്ടിൻ പുറത്തുനിന്ന് വന്ന ആളാണ്, നമുക്ക് ഇയാളെ ഏത് ജോലിക്ക് ഏർപ്പെടുത്തണ്ടേ എന്നിങ്ങനെ രാജാവും മന്ത്രിയായിട്ട് ആലോചിച്ചപ്പം മന്ത്രിമാരെന്ത് പറഞ്ഞു, ഒരു അഭിപ്രായമുണ്ട് എന്ന് പറയട്ടെ അങ്ങയുടെ മുമ്പിൽ, പറഞ്ഞോളൂ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു രാജാവ്. പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്താണെന്നോ, ആ കടൽ പുറത്ത് പോയിരുന്നിട്ട് തിരമാലകൾ ഇങ്ങനെ ഒന്നിനൊന്ന് പുറകെ അടിച്ചു കയറി വന്ന് കയറി പോവുകയല്ലേ. അത് ഒരു ദിവസം എത്ര തിരമാലകൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു മാസം അവിടെ ഇരുന്നിട്ട് ആ തിരമാലകളുടെ എണ്ണം ഒന്ന് എടുക്കട്ടെ, അങ്ങനെ ഒരു ജോലി അയാൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവിന് തോന്നി, തിരമാലകൾ ഇപ്പം എണ്ണണോ? അങ്ങനെ അതിങ്ങനെ എപ്പോഴും വന്നും പോയി ഇരിക്കുകയല്ലേ. അല്ല, അതിന് വ്യത്യാസമുണ്ടല്ലോ. ചില ദിവസങ്ങളിൽ കൂടുതലുണ്ടാവും, ചില ദിവസങ്ങളിൽ തിരയൊക്കെ ഒതുങ്ങി കടൽ ശാന്തമായിട്ടിരിക്കും. അതേത് ദിവസമാണെന്ന് അറിയാമല്ലോ നമുക്ക്. ഒരു മാസം കടൽ തിര എണ്ണട്ടേന്നേ. അങ്ങനെ ഒരു അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തന്നെയാവാം എന്ന് കരുതി അയാളെ വിളിപ്പിച്ചു. കരിങ്കുട്ടനോട് പറഞ്ഞു, കരിങ്കുട്ട, അപ്പം ഞാൻ നിനക്ക് തരാൻ പോണൊരു ജോലി, കടൽപ്പുറത്തേക്ക് പോകണം. എന്നിട്ട് അവിടെ ചെന്ന് സൗകര്യമായിട്ടൊരു സ്ഥലത്ത് ഇരുന്നിട്ട് ഒരു ദിവസം രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ എത്ര തിരമാലകൾ കരയിലേക്ക് അടിച്ചു വരുന്നുണ്ട്, വന്നതിൻ്റെ പുറകെ അത് പോകുമല്ലോ, പിന്നെ അടുത്തതല്ലേ വരണേ, വന്നിങ്ങോട്ട് കയറിയതിൻ്റെ പുറകെ അതും ഇറങ്ങി പോവുമല്ലേ. ഇങ്ങനെ എത്ര തിരമാലകൾ വരുന്നുണ്ട് എന്ന് ഒരു മാസം ഓരോ ദിവസവും അടയാളമിട്ട് ഒരു മാസം എത്ര തിരമാലകൾ വന്നു പോകുന്നുണ്ട് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയിരുന്നു. കടൽ തിര എണ്ണി പോകും. സത്യം പറഞ്ഞാൽ കരിങ്കുട്ടന് ഇത് കേട്ടപ്പോൾ തോന്നി, ഇത് തന്നെ ഒന്ന് പരിഹസിക്കുകയാണ്. അതിപ്പോൾ രാജാവിനെന്തോ അത്രയും കണ്ട് മനസ്സിലായി കാണില്ല. പക്ഷേ ഇതിൻ്റെ പുറകിൽ നല്ലൊരു ബുദ്ധി മന്ത്രിമാരുടെ. താൻ ഇവിടെ നിന്ന് അവർക്ക് വല്ല ഏനക്കേടും വന്നെങ്കിലോ എന്നൊരു ഭയം കൊണ്ടാണ് തന്നെ ഇവിടുന്ന് ഓടിച്ച് കടപ്പുറത്തേക്ക് വിടണം. ആട്ടെ, സാരമില്ല, ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കാം എന്ന് കരുതി കരിങ്കുട്ടൻ, ഞാൻ ആ ജോലി ചെയ്യാം, പക്ഷെ അങ്ങനെ ഒരു ദയവ് ചെയ്യണം. എന്താ വേണ്ടതെന്ന് ചോദിച്ചു. എന്നെ അവിടുത്തെ തിരകളുടെ എണ്ണം പിടിക്കാനായിട്ട് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഒരു നീട്ടൂരം തരണം എനിക്ക്. നീട്ടൂരം എന്ന് പറഞ്ഞാൽ രേഖാമൂലമായ ഒരു രേഖാമൂലമായൊരു ഉറപ്പ്, അങ്ങനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു രേഖ, നീട്ടൂരം തരണം. അങ്ങനെ നീട്ടൂരം എന്നാണ് അതിന് പറയുക. തരാമോ? അതിന് വിരോധമില്ല, ഒരു വിരോധമില്ല, നീട്ടൂരം തരാമെന്നു പറഞ്ഞു. ഉടനെ രാജഭടനെ വിളിച്ചു. ഒരു നീട്ടൂരം, ഇയാളെ കടൽ തിര എണ്ണാനായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഒരു നീട്ടൂരം എഴുതി കൊടുക്കും എന്ന് പറഞ്ഞ് ഏർപ്പാട് ചെയ്തു. അപ്പം തന്നെ നീട്ടൂരം എഴുതി കിട്ടി. കരിങ്കുട്ടൻ ആ നീട്ടൂരവും മേടിച്ചുകൊണ്ട് കടപ്പുറത്തേക്ക് പോയി. അവിടെ ചെന്നിരുന്നു. ഇങ്ങനെ തിരമാലകൾ വരണു പോണു. ഒരു ദിവസം നോക്കിയിട്ട് എണ്ണാനും പറ്റൊന്നും പോയില്ല. ഒരു നമ്പർ അങ്ങോട്ട് എഴുതിയാട്ടു. അതല്ലാന്ന് ഇപ്പോൾ ആരാ പറയാൻ. 517. ഇന്നത്തെ ദിവസം വന്ന തിരമാലകളുടെ എണ്ണം 517. പിന്നത്തെ ദിവസമായി കഴിഞ്ഞപ്പോൾ ഒരു 4 കൂട്ടി വെച്ചു, 521. പിറ്റേ ദിവസം ഒരു 2 കുറച്ചു, 519 അങ്ങനെ എഴുതി വെച്ചു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചില കപ്പലുകൾ അവിടെ തുറമുഖത്തേക്ക് അടുക്കാനായിട്ട് ഇങ്ങോട്ട് വരുന്നു. അങ്ങനെ വന്നപ്പോൾ വരണവർ ആദ്യം ഒരു വഞ്ചിക്ക് പോയി കൊണ്ടുവന്ന് ഇവിടെ വരും കൂടെ അടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതെന്താ, എനിക്ക് ഇവിടുത്തെ തിര എണ്ണണതിന്
തടസ്സമാവും നിങ്ങളുടെ കപ്പൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ തിരയെണ്ണാനുള്ളത് തിരയെണ്ണേ എന്തിനീ കടലിലെ തിരയെണ്ണണ എന്താ അതിൻ്റെ ആവശ്യം? അതൊന്നും എനിക്കറിയില്ല. എന്നെ തിരയെണ്ണാനായിട്ട് ചുമതലപ്പെടുത്തിയേക്കാണ് നാട് വാഴുന്ന പൊന്നു തമ്പുരാൻ. ദാ തീട്ടൂരം കണ്ടോ, നെട്ടൂരം കണ്ടോ എന്നും പറഞ്ഞ് നെട്ടൂരം കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് മനസ്സിലായി. അപ്പോൾ അയ്യോ, ഞങ്ങൾക്ക് കടൽ തീരത്ത് വന്ന് ചരക്കിറക്കിയിട്ട് പോവേണ്ടതാണല്ലോ, ഇങ്ങനെ ഒരു തടസ്സം വന്നാൽ ഞങ്ങളെങ്ങനെയാണ് ഇപ്പോൾ കപ്പലടുപ്പിക്കണേ, അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ നേതാവായിട്ടുള്ള ആൾ പറഞ്ഞു, ഒരു കിഴി പണം തരാം. അതൊക്കെ ഞാൻ പറഞ്ഞു, ഒരു പണക്കിഴി അങ്ങോട്ട് തരാം, കപ്പൽ വന്ന് കരയ്ക്കടുത്ത് ഉടനെ ഞങ്ങൾ ചരക്കിറക്കിയിട്ട് പോക്കോളാം. തീരെ ഇങ്ങേ വശത്തുനിന്ന് അങ്ങോട്ട് എണ്ണിയാൽ മതി, ഇത്തിരി അങ്ങോട്ട് മാറി എന്നാൽ കുഴപ്പമില്ല, കപ്പലിവിടെയല്ലേ എടുക്കണേ, ഞങ്ങൾക്ക് എണ്ണി വേണം. അപ്പോൾ കരിങ്കുട്ടന് തോന്നി ശരിയാണല്ലോ, 10 അടി അങ്ങോട്ട് മാറി നിന്നാലും തനിക്ക് തിരയെണ്ണ, അവരിവിടെ ചരക്കിറക്കിക്കോട്ടെ. ശരി, അങ്ങനെ പണക്കിഴി മേടിച്ചു അവിടെ വച്ച്. പിന്നെ അടുത്ത കപ്പൽ വന്നു. അപ്പോഴും ഇത് തന്നെ പറഞ്ഞു, അവർ തരാം, ഒരു പണക്കിഴി തരണം. അങ്ങോട്ട് ചോദിച്ചു. അവരിപ്പോൾ നിവർത്തിയില്ലാതെ വന്നപ്പോൾ ചരക്കിറക്കി പോകണ്ടേ, അവർക്ക് വേറെ ഇല്ലേ പണി, അതുകൊണ്ട് അവരും കൊടുത്തു പണക്കിഴി. ഇങ്ങനെ 1 മാസം തികഞ്ഞപ്പോഴത്തേക്കും 10-200 പണക്കിഴി കരിങ്കുട്ടന് കിട്ടിയെങ്കിലോ. കരിങ്കുട്ട അതൊക്കെ സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് വച്ചിട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ രാജകൊട്ടാരത്തിലേക്ക് ഈ പണക്കിഴിയൊക്കെ കൊണ്ട് പണക്കിഴിയും കൂടി രാജാവിൻ്റെ മുന്നിൽ വെച്ചു, രാജാവിന് സമർപ്പിച്ചു. രാജാവ് വെച്ച്, ഇതെന്താ കരിങ്കുട്ട, തിരമാലയിൽ പണക്കിഴി കിട്ടും? അതോ തിരമാല എണ്ണണേന് എനിക്ക് തടസ്സം വരാതിരിക്കാൻ വേണ്ടി കപ്പലുകാർ തന്നതാണ്. അപ്പം ഞാൻ ആ കപ്പൽ വന്ന് പോണ വരെയുള്ള സമയം ദൂരെ മാറി 10 അടി ഞങ്ങൾ മാറി നിന്നിട്ട് തിരയുണ്ട്. അപ്പോൾ അവിടേക്ക് കപ്പൽ അടുക്കാൻ ഞാൻ സമ്മതിക്കണമെങ്കിൽ എനിക്ക് പാരിതോഷികം വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ തന്ന പാരിതോഷികമാണ്. അതുകൊണ്ട് ഇതെല്ലാം ഞാൻ അങ്ങേക്ക് തരികയാണ് എന്നും പറഞ്ഞ് രാജാവിന് കൊടുത്തു. അപ്പോൾ രാജാവ് വിചാരിച്ചു, കടലിൽ തിര എണ്ണുന്നിടത്തൊന്നും ഇവൻ കാശുണ്ടാക്കി, നല്ലൊരു കാശ് എന്ന് കരുതി രാജാവിന് സന്തോഷമായി. ഇവൻ ബുദ്ധിമാനാ, സമർത്ഥനാ, ഇവനെ മന്ത്രിസഭയിലേക്ക് എടുക്കാം. അങ്ങനെ ആ നാട്ടുരാജ്യത്തിൻ്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയായി കരിങ്കുട്ടൻ മാറുകയും ചെയ്തു, ബുദ്ധിയും സാമർഥ്യമൊക്കെ ഉള്ളതുകൊണ്ട്. അതാണ് ഇന്നത്തെ കഥ. സമയത്തെ കടൽത്തിരകളിൽ നിന്ന ജോലി, അതാണ് ഈ കഥയുടെ പേര്. അങ്ങനെ കരിങ്കുട്ടനെ ജോലിയും കിട്ടി, കാശും ഉണ്ടാക്കി. പിന്നെ അതോടനുബന്ധിച്ച് ബുദ്ധിശക്തി കണ്ട് രാജാവ് മന്ത്രിസഭയിലെ അംഗമാക്കി ഒരു മന്ത്രിയാക്കി നിയമിക്കുകയും ചെയ്തു. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.